ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നെറ്റ് അല്ലെങ്കിൽ നെറ്റ് മാനേജ്മെന്റിലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ എന്താണ് അൺഫെമിലിയർ? എല്ലാവർക്കും അൺഫെമിലിയർ ആയിരിക്കില്ല, കുറച്ചു പേർക്ക് അറിയായിരിക്കും, കുറച്ചു പേർക്ക് അറിയായിരിക്കില്ല. ഓക്കെ, അങ്ങനെ അൺഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേംസ് നമുക്ക് ഇന്നും പരിചയപ്പെടാം. ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് വഴിയാണ് നമ്മൾ ആ രണ്ട് ടേംസ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. A company creates an entirely new market where competition is minimal by introducing an innovative product. Which strategy is it following? അതായത് ഒരു കമ്പനി ഒരു പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യണം. ആ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവിടെ കോമ്പറ്റീഷൻ മിനിമൽ ആണ്. പിന്നെന്താണ്? ബൈ ഇൻട്രൊഡ്യൂസിങ് ആൻ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്. ആ ഒരു പുതിയൊരു മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കുറവായ ആ മാർക്കറ്റ് സ്പേസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റും ഇറക്കുന്നുണ്ട്. അത് ഏത് സ്ട്രാറ്റജി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്: കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി, റെഡ് ഓഷൻ സ്ട്രാറ്റജി, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി ആൻഡ് ഫോക്കസ് സ്ട്രാറ്റജി. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ അറിയാമോ നിങ്ങൾക്ക് ആൻസർ? നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ എന്താണ്? ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. ഇതിനകത്ത് വന്നിരിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. അപ്പൊ എന്താണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി ഈസ് എ ബിസിനസ് സ്ട്രാറ്റജി വേർ എ കമ്പനി ക്രിയേറ്റ്സ് ന്യൂ അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ്. ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ന്യൂ അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ്, അതായത് ആ മാർക്കറ്റ് സ്പേസിലേക്ക് വലിയ കോണ്ടസ്റ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഒന്നും അധികം ഇല്ല. അതാണ് അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ് ആൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് മാറി അൺകണ്ടസ്റ്റഡ് ആയിട്ടുള്ള വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത ഒരു പുതിയ മാർക്കറ്റ് സ്പേസിലേക്ക് ആ കമ്പനി എൻ്റർ ചെയ്യാണ്. അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ്? ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മേക്ക് കോമ്പറ്റീഷൻ ഇറലവന്റ്. by offering unique value through ഇന്നോവേഷൻ. ഓക്കെ, അപ്പൊ പുതിയ മാർക്കറ്റ് സ്പേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പറ്റീഷൻ അല്ല, അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ് ആണ്. അതായത് കോമ്പറ്റീഷൻ ഇറലവന്റ് ആണ്, കോമ്പറ്റീഷൻ മിനിമൽ ടു സീറോ ആണ്. ഓക്കെ, മാത്രമല്ല അവരെന്താ ചെയ്യുന്നത്? ഒരു യുണീക്ക് വാല്യൂ ത്രൂ ഇന്നോവേഷൻ. ആ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇന്നോവേഷൻ കൊണ്ടുവരികയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലാവാത്തവർക്ക് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. അതിന് നമുക്ക് അതിന്റെ കീ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഡബ്ല്യു ചാൻ കിമ്മും റെനെ മെയ്ബോണും ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ക്രിയേറ്റ്സ് എ ന്യൂ മാർക്കറ്റ് സ്പേസ്, അതായത് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതിയ മാർക്കറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫേസസ് ലിറ്റിൽ ഓർ നോ കോമ്പറ്റീഷൻ. ആ പുതിയ മാർക്കറ്റ് സ്പേസിൽ എന്തുണ്ടാവില്ല? കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ മിനിമൽ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ആൻഡ് വാല്യൂ ക്രിയേഷൻ. ആ കമ്പനി കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിൽ എന്തുണ്ട്? ഒരു ഇന്നോവേഷൻ ഉണ്ട്, ഒരു വാല്യൂ ക്രിയേഷനും കൊണ്ടുവരുന്നുണ്ട്. ജനറേറ്റ്സ് ന്യൂ കസ്റ്റമർ ഡിമാൻഡ്. പുതിയ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പുതിയൊരു കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ആ കസ്റ്റമർ ഡിമാൻഡ് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് എംഫസൈസസ് വാല്യൂ ഇന്നോവേഷൻ. വാല്യൂ ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈ വാല്യൂ അറ്റ് എ റീസണബിൾ കോസ്റ്റ്. നല്ലൊരു വാല്യൂ, അതായത് ആ മാർക്കറ്റ് സ്പേസിലുള്ള കസ്റ്റമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് കൊണ്ട് നല്ലൊരു വാല്യൂ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത്ര ഒരു ഹൈ കോസ്റ്റും വരുന്നില്ല, ഒരു റീസണബിൾ കോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയുടെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് എന്താണെന്ന് അറിയാം അല്ലെ. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലൈൻ സ്ട്രീമിംഗ് അറ്റ് എ ടൈം വെൻ കസ്റ്റമേഴ്സ് പ്രൈമറിലി റെന്റഡ് DVDs ഓർ വിസിറ്റഡ് വീഡിയോ റെന്റൽ സ്റ്റോഴ്സ്. അപ്പൊ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു ഫിലിം കണ്ടുകൊണ്ടിരുന്നത്? നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നേരെ വീഡിയോ സ്റ്റോറിലേക്ക് പോകുമായിരുന്നു, DVD CD മേടിച്ച് നമ്മളിട്ട്, അല്ലെങ്കിൽ പെൻഡ്രൈവ് കുത്തി നമ്മൾ എന്ത് ചെയ്യും? കോപ്പി ചെയ്ത് പെൻഡ്രൈവ് കുത്തി കാണുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു പുതിയ ഇറങ്ങിയ ഒരു സിനിമ, അതായത് നമ്മുടെ ചാനലിൽ നിന്ന് റിലീസ് ആവാത്ത സിനിമ നമ്മൾ പുതിയൊരു സിനിമ കാണണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണമായിരുന്നു. ആ സമയത്താണ് നെറ്റ്ഫ്ലിക്സ് എന്ത് ചെയ്തത്? നെറ്റ്ഫ്ലിക്സ് ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങിയത്. അതായത് നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ആ OTT പ്ലാറ്റ്ഫോമിൽ പുതിയ വരുന്ന സിനിമകൾ, തിയേറ്റർ കഴിഞ്ഞിറങ്ങുന്ന സിനിമകൾ ഉടനെ റിലീസ് ആവും. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ആക്സസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ആ DVD CD ഒക്കെ എടുക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്തുവാ? ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ ഓരോ DVD മേടിക്കണം അല്ലേ. ഇതിന് നെറ്റ്ഫ്ലിക്സിന് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു പ്രൈസിൽ, ആ സബ്സ്ക്രിപ്ഷന്റെ പ്രൈസിൽ നമുക്ക് അനേകം
എന്താണ് ഫിലിംസും ഡോക്യുമെന്ററീസ് ഷോസ് വെബ് സീരീസ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായിരുന്നു, അതൊരു അൺകണ്ടസ്റ്റഡ് മാർക്കറ്റ് ആയിരുന്നു, ഒരു പുതിയൊരു മാർക്കറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് അത്രയും ബൂം ചെയ്തത്. ഓക്കെ, അപ്പോ എന്താണ് അത് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയുടെ ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഇന്നത്തെ കേസ് അങ്ങനെയാണോ? ഇല്ല. നെറ്റ്ഫ്ലിക്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രൈം വീഡിയോ ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, ഫാൻ പേജ് ഉണ്ട്, അതേപോലെ ധാരാളം സീ ഉണ്ട്, ധാരാളം ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നെറ്റ്ഫ്ലിക്സ് ആണ് അത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മേഖലയിൽ ഇപ്പോഴും നല്ലൊരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. വേറൊരു എക്സാമ്പിൾ ആണ് സെർക് ഡി സൊളൈൽ. സെർക്കസ് എന്ന് പറഞ്ഞാൽ സെർക് ഡി സൊളൈൽ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ കമ്പനിയാണ്. അവരെന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സർക്കസ് കമ്പനിയാണ്. ഓക്കെ, സാധാരണ സർക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ടിക്കറ്റ് എടുക്കും, എന്താണ് അവര് ലൈവായിട്ട് നമ്മളുടെ മുമ്പിൽ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നു. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കസിന്റെ കൂടെ കുറച്ച് തിയേറ്ററിക്കൽ എലമെന്റ്സും കൂടെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസും ഒരു ലൈവ് പെർഫോമൻസും എന്താണ് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അത് എന്താണ്, അതൊരു പുതിയൊരു മാർക്കറ്റ് സ്പേസ് ആണ്. ഇപ്പൊ സാധാരണ സർക്കസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ലൈവായിട്ട് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടുന്നില്ല. പക്ഷെ ഈ കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിയേറ്റർ എക്സ്പീരിയൻസും കൂടെ എന്താണ് ആ സർക്കസ് കാണാൻ വരുന്നവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊരു പുതിയ ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് നല്ലൊരു കസ്റ്റമർ ഡിമാൻഡ്, ആ അൺകണ്ടസ്റ്റഡ് മാർക്കറ്റിൽ നല്ലൊരു കസ്റ്റമർ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പൊ അതിനെയാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഇതുവരെ കണ്ടസ്റ്റ് ചെയ്തില്ലാത്ത പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്ക് പുതിയൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് കൊണ്ട് ആ കമ്പനി ഇറങ്ങുകയാണ്. പണ്ട് ആപ്പിൾ 2007 ആപ്പിൾ ചെയ്തതും ഇത് തന്നെയാണ്. നമുക്കന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺസും കളർ ഫോൺസും ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ആപ്പിൾ ഐഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഐഫോൺസ് നിങ്ങൾക്ക് അറിയാം, ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. പുതിയൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയിരുന്നു അത്. അപ്പൊ എന്താണ്, അവർ പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെയാണ് ഐഫോണിന് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മളുടെ ആൻഡ്രോയിഡ് ഒക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അതിന്റെ അഡ്വാൻറ്റേജ് നോക്കുക. ലോ കോമ്പറ്റീഷൻ, ഹൈ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ, സ്ട്രോങ് ബ്രാൻഡ് ഡിഫറൻസിയേഷൻ, ഓപ്പർച്യൂണിറ്റി ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി? നമ്മൾ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി പഠിച്ചു, ഇനി റെഡ് ഓഷ്യൻ സ്ട്രാറ്റജിയെ പറ്റിയുള്ള എക്സാമ്പിൾ ആണ്. എ കമ്പനി ഇൻവെന്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ പ്രൊഡക്റ്റ് കാറ്റഗറി. ബി എ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറർ competes with the rivals by offering discounts and better features. C, a firm creates a market with no existing competitors. D, a business introduces a product with no substitute. ഏതാണ് നിങ്ങൾക്ക് പറയാമോ? നമുക്ക് ഒരു ആൻസറിലേക്ക് പോവാം. ആൻസർ ബി, എ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറർ കമ്പീറ്റ്സ് വിത്ത് റൈവൽസ് ബൈ ഓഫറിംഗ് ഡിസ്കൗണ്ട്സ് ആൻഡ് ബെറ്റർ ഫീച്ചേഴ്സ്. അതായത് ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചറർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇപ്പൊ തന്നെ ആ ഒരു മാർക്കറ്റ് സ്പേസിലാണ് അവർ ചെയ്യുന്നത്. പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്ക് അവർ എൻ്റർ ചെയ്തില്ല. എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് അവർ ഡിസ്കൗണ്ട്സും ബെറ്റർ ഫീച്ചേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയാം. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി ഈസ് എ ബിസിനസ് സ്ട്രാറ്റജി ഇൻ വിച്ച് കമ്പനി competes in an existing market. ഇതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി ഒരു പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്കാണ് എൻ്റർ ചെയ്തതെങ്കിൽ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജിയിൽ അങ്ങനെയാണ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ് സ്പേസിൽ തന്നെ അവരെ കളിക്കുവാണ്. ഓക്കെ, ടു ഔട്ട് പെർഫോം കോമ്പറ്റീറ്റേഴ്സ്. Since many firms fight for the same customers, competition becomes intense, leading to price wars and lower profit margins. ഇത് ഇവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ പറയാം. ഈ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജിയിലുള്ള കമ്പനീസ് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പുതിയ ഇന്നോവേഷൻ ഒന്നും കൊണ്ടുവരുന്നില്ല, പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ, അവരോരോ ഡിസ്കൗണ്ട്സ് കൊടുക്കും, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. അങ്ങനെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ അവർ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയൊരു മാർക്കറ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ടഫ് കോമ്പറ്റീഷൻ ആണ്. എക്സിസ്റ്റിംഗ് മാർക്കറ്റ് സ്പേസിൽ നല്ല ടഫ് കോമ്പറ്റീഷൻസും ധാരാളം കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൈസ് വാഴ്സും ലോവർ പ്രോഫിറ്റ് മാർജിൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിന്റെ കീ ഫീച്ചേഴ്സ് നേരെ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയുടെ നേരെ വിപരീതമാണ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി. കമ്പീറ്റ്സ് ഇൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. ബ്ലൂ ഓഷനിൽ എങ്ങനെയായിരുന്നു, കോമ്പറ്റീഷൻ മിനിമൽ ടു സീറോ ആയിരുന്നു. അടുത്തത് ഫോക്കസ് ഓൺ ഗെയിനിങ് മാർക്കറ്റ് ഷെയർ ഏറ്റവും നന്നായിട്ട് വിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർക്കറ്റ് ഷെയർ കിട്ടും. ഓക്കെ, അടുത്തത് കോമ്പറ്റീഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രൈസ്, ക്വാളിറ്റി, പ്രൊമോഷൻ,
ഓർ ഫീച്ചേഴ്സ്. ഇവിടെ കോമ്പറ്റീഷൻ എങ്ങനെയാ വരുന്നത്? ഏറ്റവും നല്ല പ്രൈസ്, ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കുന്നുണ്ട്, പ്രൊമോഷൻ നോക്കുന്നുണ്ട്, ഫീച്ചേഴ്സ് നോക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനി റെഡ് ഓഷൻ സ്ട്രാറ്റജിയിൽ വിജയിക്കും. ഓക്കെ, പ്രോഫിറ്റ് മാർജിൻസ് ടെൻസ് ടു ഡിക്രീസ് ഡ്യൂ ടു റൈവൽറി. റൈവൽറി ഉള്ളത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? എന്താണ്, ആ പ്രോഫിറ്റ് മാർജിനിൽ നല്ലൊരു ഡിക്രീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയിൽ എങ്ങനെയായിരുന്നു? കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഹൈ പ്രോഫിറ്റ് ആയിരുന്നു. ഇവിടെ റെഡ് ഓഷനിൽ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ റൈവൽറി ഹൈ ആയിരിക്കും, അതുകൊണ്ട് എന്താണ്, പ്രോഫിറ്റ് മാർജിൻസും ഡിക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രി വേർ കമ്പനീസ് ലൈക്ക് കൊക്കക്കോള ആൻഡ് പെപ്സിക്കോ കമ്പീറ്റ് അഗ്രസീവ്ലി ത്രൂ അഡ്വർടൈസിംഗ്, പ്രൈസിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് റെഡ് ഓഷൻ സ്ട്രാറ്റജി. ഇവിടെ നിന്നാണ് നമുക്ക് പരിചിതമായിട്ടുള്ള രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രിയാണ് കൊക്കക്കോളയും പെപ്സിക്കോയും. ഓക്കെ, അവർ വിൽക്കുന്നതും കോള തന്നെയാണ്. അവരെന്താ ചെയ്യുന്നത്? അഡ്വർടൈസിങ്, പ്രൈസിങ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇതിലൊക്കെ കടന്ന് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടി റെഡ് ഓഷൻ സ്ട്രാറ്റജി തന്നെയാണ് അവർ കടന്ന് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് വേർ ബ്രാൻഡ്സ് കമ്പീറ്റ് ഇന്റൻസ്ലി ബൈ ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ ഫീച്ചേഴ്സ്, പ്രൈസിംഗ് സ്ട്രാറ്റജി ആൻഡ് പ്രൊമോഷൻ ക്യാമ്പയിൻസ്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ, പണ്ട് സ്മാർട്ട് ഫോൺ ഐഫോൺ ഇറക്കിയപ്പോൾ അത് ബ്ലൂ ഓഷൻ ആയിരുന്നു. ഇപ്പൊ കുറെ കമ്പനീസ് ഉണ്ട് അല്ലെ, ഐഫോണിന് തന്നെ കുറെ കമ്പറ്റീഷൻസ് ആണ് ആൻഡ്രോയിഡിൽ. അപ്പൊ ഇപ്പൊ അതിലെന്താണ്, ഒരു റെഡ് ഓഷൻ ആണ്. ഇപ്പോ സ്മാർട്ട് ഫോൺസ് ചെയ്യുന്നതാണ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇറക്കുന്നുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലേ റെഡ് ഓഷൻ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. കാര്യം എന്താണ്? അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റെഡ് ഓഷൻ സ്ട്രാറ്റജി, ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയും റെഡ് ഓഷൻ സ്ട്രാറ്റജിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി കുറച്ച് അഡ്വാൻറ്റേജ് നോക്കിയാലോ. റെഡ് ഓഷൻ സ്ട്രാറ്റജിയുടെ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ബേസ്. പുതിയ കസ്റ്റമേഴ്സിന് തേടി പോകേണ്ട ആവശ്യമില്ല, ഒരു കസ്റ്റമർ ബേസ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. മാർക്കറ്റ് ഡിമാൻഡ്, ഇവിടെയുള്ള കമ്പനീസിന് അവർ മാർക്കറ്റ് ഡിമാൻഡ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈസിയർ ടു എസ്റ്റിമേറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് കസ്റ്റമർ പ്രിഫറൻസസ്. എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിനെ പറ്റി അവർ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്നും അവരുടെ കസ്റ്റമർ പ്രിഫറൻസ് എന്താണെന്നും നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ പുതിയൊരു മാർക്കറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നില്ല, നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന് വരുമോ എന്ന് അറിയത്തില്ല, പിന്നെ കസ്റ്റമറിന്റെ പ്രിഫറൻസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷേ ചെറിയ അഡ്വാൻറ്റേജ് മാത്രമേ നമുക്ക് റെഡ് ഓഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ടാവുള്ളൂ. കൂടുതലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും, പ്രോഫിറ്റ് മാർജിൻസ് കുറവായിരിക്കും, പ്രൈസ് വാർസ്, അതായത് പ്രൈസ് വാർ എന്ന് പറഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് തന്നെ പല കോമ്പറ്റിംഗ് കമ്പനീസ് ഇറക്കുന്നുണ്ടാവും. ഏറ്റവും കുറവ് പ്രൈസ് കൊടുക്കുന്ന ആൾക്ക് എന്താണ്, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതിനെയാണ് പ്രൈസ് വാർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫിക്കൽട്ട് ടു അച്ചീവ് ലോങ് ടേം ഡിഫറൻസിയേഷൻ. ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ലോങ് ടേം ഡിഫറൻസിയേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബ്ലൂ ഓഷനും റെഡ് ഓഷനും ഇതാണ്. ബ്ലൂ ഓഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പുതിയൊരു മാർക്കറ്റ് സ്പേസിലേക്ക്, ഇതുവരെ ആരും എൻ്റർ ചെയ്തിട്ടില്ലാത്തൊരു മാർക്കറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്തിട്ട് എന്താണ്, കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെ പോവുകയാണ്. റെഡ് ഓഷൻ സ്ട്രാറ്റജിയിൽ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ്, ഇപ്പൊ അവർ ഏത് മാർക്കറ്റ് സ്പേസിലാണോ ഉള്ളത് ആ മാർക്കറ്റ് സ്പേസ് തന്നെ കുറച്ചും കൂടെ എന്താണ്, അതുപോലെ ഫീച്ചേഴ്സ് കൂട്ടിയിട്ടും പ്രൈസ് സ്ട്രാറ്റജി കൂട്ടിയിട്ടും എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ അവർ കടന്ന് കളിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെഡ് ഓഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനു മുമ്പുള്ള നെറ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയും റെഡ് ഓഷൻ സ്ട്രാറ്റജിയും. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാവും അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ഇതേപോലെയുള്ള ടേംസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 150 ഡേയുടെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മളുടെ എക്സാംസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഡിസംബറിലേക്കുള്ള നിങ്ങളുടെ JRFിലേക്കുള്ള ഒരു യാത്ര, നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു 150 ഡേയുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് പഠിച്ച് ഒരിക്കലും നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. 99.9% ചാൻസും കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് CCയുടെ കൂടെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കൂടെ നമ്മളോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡും ഹൈലി സ്കിൽഡും പിന്നെ JRF ഹോൾഡേഴ്സും PhD ഹോൾഡേഴ്സും ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെന്റേഴ്സുമാണ്. അപ്പൊ നമ്മളുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസംബറിലേക്കുള്ള JRF എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മളുടെ ഫീച്ചേഴ്സ് ആണ് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, PYQ അനാലിസിസ്, മോക്ക് എക്സാംസ്, മെന്റർഷിപ്സ്. ഇതൊക്കെ CCയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത
JRF ഡിസംബറിലെ JRF നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. നമ്മളുടെ 150-day ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത ആസ്പിരൻസ് ഉടനടി ജോയിൻ ചെയ്യുക. നമുക്കിനി വേസ്റ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല. കൂടുതൽ സംശയങ്ങൾക്കായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്